നമ്മുടെയൊക്കെ വീട്ടിൽ തണ്ണിമത്തങ്ങ വാങ്ങുമ്പം ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അടിപൊളി നല്ലൊരു സ്ട്രോബെറിയുടെ അതേ ഫ്ലേവറിൽ തന്നെ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. നമുക്ക് റംസാനിലാണെങ്കിലും അതുപോലെ ഇപ്പോൾ നല്ല ഈ ചൂടത്തൊക്കെ ആണെങ്കിലും ഉച്ചയ്ക്കൊക്കെ കഴിക്കാനായിട്ട് വളരെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും പെട്ടെന്ന് പറഞ്ഞു തരാമെന്ന് ഉണ്ടാക്കി നോക്കേ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഹാഫ് തണ്ണിമത്തങ്ങയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു തണ്ണിമത്തങ്ങ നമ്മൾ ഇതുപോലെ ഉള്ളിൽ നിന്നുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ ചെത്തി എടുത്തിട്ടുണ്ടല്ലോ. നമ്മൾ ഈ ഒരു കായ വരുന്ന ഭാഗങ്ങൾ ഒന്ന് മാറ്റി വയ്ക്കുക. പിന്നെ ഇതുപോലെയൊക്കെ വരുന്ന ഭാഗങ്ങൾ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് ഷേപ്പിൽ മൊത്തം കളഞ്ഞിട്ട് ഇതുപോലെ ഒരു രീതിയിൽ നല്ല സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. വളരെ നല്ല കാണാനും നല്ല ലുക്കായിരിക്കും. നമ്മളത് ഈ നോമ്പിലൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ നോമ്പ് തുറക്കാനൊക്കെ ആളുകളൊക്കെ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ, ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ചവ്വരിയാണ് കേട്ടോ. ഈ ഒരു ചവ്വരി നമ്മൾ ഒരു കുറച്ചെടുത്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഗ്യാസിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് തിളപ്പിക്കുക കേട്ടോ. ഇതുപോലെ നിങ്ങൾ ഒരു 1.5 ഗ്ലാസ്സോളം വെള്ളം ഒഴിക്കുക. നമ്മളിത് തിളപ്പിക്കാൻ നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ പശ പോലെ നല്ല കൊഴുപ്പിന് വരും. അപ്പോൾ ഈ ഒരു കൊഴുപ്പ് കളയാനായിട്ട് നമ്മളൊരു 1.5 ഗ്ലാസ്സോളം 2 ഗ്ലാസ്സോളം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ തിളച്ച് കഴിയുമ്പം ഇങ്ങനെ വെന്തിട്ടുണ്ടോയെന്നൊന്ന് നമ്മൾ ആ ഒരു ബോൾസ് എടുത്ത് നോക്കുക. അപ്പോൾ നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളതുണ്ടല്ലോ കുറച്ചും കൂടെ പച്ചവെള്ളം അതിനകത്ത് ഒഴിച്ചിട്ട് നമ്മളത് അരിച്ച് കഴുകിയെടുത്ത് മാറ്റി വയ്ക്കുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം ഫുൾ ഒട്ടിപ്പിടിക്കും. ഇനിയിപ്പോൾ നമ്മൾ ആ കായൊക്കെ ഉള്ള ഒരു ഭാഗങ്ങൾ മാറ്റി വയ്ക്കാൻ പറഞ്ഞ ആ ഐറ്റംസ് നമുക്ക് അതുപോലെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു നുള്ളു വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് ഇതുപോലെ തന്നെ അങ്ങ് അടിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഇതുപോലെ ഈ ഒരു ചെറിയ സ്ക്വയറായിട്ട് മുറിച്ചേക്കുന്ന കഷ്ണത്തിലേക്ക് നമ്മളത് അരിച്ചെടുക്കുക. നമ്മൾ അപ്പോൾ അടിച്ചെടുത്ത കായൊക്കെ വെച്ചിട്ട് അടിച്ചെടുത്തേക്കുന്ന ആ ഒരു തണ്ണിമത്തങ്ങ ഇതുപോലെ അരിച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒട്ടും കായില്ലാത്ത രീതിയിൽ തന്നെ അങ്ങനെ അരിച്ചൊഴിക്കുക കേട്ടോ. നമ്മൾ തണ്ണിമത്തങ്ങ വെച്ചിട്ട് വെറുതെ ജ്യൂസ് അടിച്ചൊക്കെ കുടിക്കുന്നതിലൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ അത്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊരു കുറച്ച് 2 ഗ്ലാസ് പാലാണ് ഞാനിപ്പോൾ ഇതുപോലെ എടുത്ത് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു നല്ലൊരു ചൂട് കാലത്തേക്ക് നമുക്ക് ഈ ഒരു തണ്ണിമത്തങ്ങയിലേക്ക് പാലും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലുള്ളൊരു ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ ശരീരത്തിന് നല്ലൊരു തണുപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് കൂട്ടിയിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കസ്കസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കസ്കസ് ഇതുപോലെ ഒരു 1.5 സ്പൂണോളം കസ്കസ് എടുത്തിട്ട് നമുക്ക് ഒരു ഏകദേശം ഒരു കുറച്ച് വെള്ളം എടുത്തിട്ട് ഒഴിച്ച് നമുക്കതൊരു 5 മിനിറ്റ് നേരം ഒന്ന് കുതിർക്കാനായിട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് മതി, നമുക്കത് കുതിർന്ന് കിട്ടും കേട്ടോ. ഇനി ഈ കുതിർന്ന കസ്കസ് നമുക്ക് നമ്മുടെ ജ്യൂസിലേക്ക് ഒന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് ചവ്വരിയാണ് കേട്ടോ. നമ്മളവിടെ കഴുകി വാരി വെച്ചേക്കുന്ന ചവ്വരി ഇതുപോലെ ജസ്റ്റ് അതും കൂടെ കൂടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ നമ്മൾ ചവ്വരി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഒരു ഡ്രിങ്കിന് നല്ലൊരു സ്ട്രോബെറിയുടെ അതേ ഫ്ലേവർ കിട്ടാനായിട്ട് നമുക്ക് എല്ലാ ബേക്കറി ഷോപ്പുകളിലും ഇതുപോലെ ടൈഗറിൻ്റെ ഒക്കെ ഒരു സ്ട്രോബെറിയുടെ കളറിലുള്ള നമുക്ക് ഒരു ഇത് കിട്ടും കേട്ടോ, എസൻസ് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു എസൻസ് നമുക്ക് ഇതുപോലെ 2-3 തുള്ളി മാത്രം ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കളർ കിട്ടുന്നത് മാത്രമല്ല കേട്ടോ, നമുക്ക് ആ ഒരു സ്ട്രോബെറിയുടെ അതേ ഫ്ലേവർ കൂടെ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രിങ്കിന് അതേ സ്ട്രോബെറിയുടെയൊക്കെ ആ സ്ട്രോബെറി ഐസ്ക്രീമിൻ്റെ ഒക്കെ അതേ ഫ്ലേവർ കിട്ടും. നമുക്ക് ഈ ഒരു വെള്ളത്തിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കുൽഫി ഡ്രിങ്ക് കഴിച്ചാൽ അതേ ഫ്ലേവർ തന്നെ, നല്ലൊരു വാനില ഫ്ലേവർ പോലെ തന്നെ നല്ല സ്ട്രോബെറി ഫ്ലേവർ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം അത്യാവശ്യം നമ്മളിപ്പോൾ വെള്ളം ചേർത്തത് കൊണ്ട് തന്നെ നമുക്ക് പഞ്ചസാര ചേർത്തത് പോരായിരിക്കും. അപ്പോൾ നിങ്ങളിതുപോലെ കുറച്ചുകൂടെ പഞ്ചസാരയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങളിത് ഐസിൻ്റെ ക്യൂബ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനകത്തേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ട് എടുക്കാം. ഇനി ഇതല്ലെങ്കിൽ നേരെ ഇപ്പോൾ നോമ്പ് തുറക്കേണ്ട ടൈമിൽ എടുക്കാനാണെങ്കിൽ നേരെ ഇതിനകത്തേക്ക് ഇപ്പോൾ ഐസ് ക്യൂബ്സ് ഇടാതെ നേരെ നമുക്കത് മൂടി വെച്ചിട്ട് നമുക്കത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കാം കേട്ടോ. ഇനി ഉച്ച ടൈമിലൊക്കെ അമ്മമാരൊക്കെ ഇത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ട് എടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു തണുപ്പിന് തന്നെ നല്ലൊരു മധുരമൊക്കെ ഉള്ള ഒരു എടുത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ശരിക്കും നമ്മൾ സ്ട്രോബെറി ഷേക്ക് കഴിക്കുന്ന അതേ ഫ്ലേവർ തന്നെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ കുട്ടികളൊക്കെ ഒന്ന് ഷെയർ എത്തിക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വേണ്ടി കാണാം. ഫോളോ ചെയ്ത് ഫ്രണ്ട്സിനെ ഒന്ന് ഫോളോ കൂടി ചെയ്തിരിക്കാൻ മറക്കല്ലേ. ബൈ.